ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. സുവിശേഷത്തിൽ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും, സാബത്ത് സംബന്ധമായ തർക്കം ഈശോയുടെ മുമ്പിലേക്ക് വരിക. സാബത്ത് സംബന്ധമായ തർക്കം ഈശോയുടെ മുമ്പിലേക്ക് എത്തുന്നത് നിയമത്തിൻ്റെ നൂലാമാലകളിൽ പിടിച്ചുകൊണ്ടാണ്. ക്രിസ്തു കൊടുക്കുന്ന ഒരു ഉത്തരം വിശുദ്ധ മർക്കോസ് വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. നിയമത്തെ ബുദ്ധിയുടെ തലത്തിലിട്ട് അമ്മാനമാടുവാനായിട്ടല്ല, ഹൃദയത്തിൻ്റെ തലത്തിൽ നിന്ന്, സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്ന്, കാരുണ്യത്തിൻ്റെ തലത്തിൽ നിന്ന് നിയമത്തെ വ്യാഖ്യാനിക്കുവാനായിട്ട്, നിയമത്തെ അനുസരിക്കുവാനായിട്ടാണ് ഈശോ ഇവിടെ ഉദ്ബോധിപ്പിക്കുക. സുഹൃത്തെ, ഈ പ്രഭാതത്തിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നീ ഒന്ന് നോക്കിക്കൊണ്ട് നിയമത്തെ, പ്രത്യേകിച്ച് ദൈവിക നിയമങ്ങൾ എപ്പോഴും കാരുണ്യത്തിൻ്റെ വക്താവാണ്, സ്നേഹത്തിൻ്റെ തലങ്ങളാണ്. ദൈവിക നിയമങ്ങളെ പ്രകാരമാണ് നീ വ്യാഖ്യാനിക്കുന്നതെന്ന്, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിന്നിൽ നിന്ന് സ്നേഹവും കാരുണ്യവും നദി പോലെ ഒഴുകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഉറവയായിട്ട് എപ്പോഴും ശോഭിക്കുവാനും നദി പോലെ ജീവിതത്തിലൂടെ ഒഴുക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ, നീ എൻ്റെ സർവ്വം എല്ലാ